മുഖ്യമന്ത്രിയെ കാണാനെത്തിയ വയോധികയെ പോലീസ് മർദ്ദിച്ചതായി പരാതി. മർദ്ദനമേറ്റത് തിരുവനന്തപുരം ഇടവക സ്വദേശി ശാരദയ്ക്ക് ഒരാഴ്ച മുൻപാണ്. പരാതിക്ക് ആസ്പദമായ സംഭവം. കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്തു നിന്നും നൌഫൽ കൂടി ചേരുകയാണ്. നൌഫൽ, മുഖ്യമന്ത്രിയെ കാണാനെത്തിയ വയോധികയെയാണ് പോലീസ് മർദ്ദിച്ചത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ആര്യ, ഒരാഴ്ച മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. അതായത് ഈ പറയുന്ന ശാരദ അയൽവാസിക്ക് 2.5 ലക്ഷം രൂപ പണം കടം നൽകിയിരുന്നു. അത് തിരികെ നൽകാത്തതുമായി ബന്ധപ്പെട്ട് കാലതാമസം എടുക്കുകയും ആ പ്രശ്നം നിലനിൽക്കെ തന്നെ അത് മുഖ്യമന്ത്രിയുടെ മുമ്പിൽ പരാതിയായി അവതരിപ്പിക്കാനുമാണ് അവർ എത്തിയത്. ആദ്യം മുഖ്യമന്ത്രി കാണുകയും പിന്നീട് രണ്ടാമതൊരു അവസരം പിന്നീട് കാണാമെന്നറിയിക്കുകയും ചെയ്തു. ഇതനുസരിച്ചാണ് ഈ പറയുന്ന ശാരദ മുഖ്യമന്ത്രിയെ കാണാനായിട്ട് എത്തുന്നത്. അപ്പോഴാണ് ഈ പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ, അതായത് 5 വനിതാ പോലീസ് ഉദ്യോഗസ്ഥരും 3 സിവിൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് പോലീസ് ജീപ്പിൽ നിന്ന് ബലമായി എടുത്ത് എറിഞ്ഞു എന്നാണ് അവർ പരാതിപ്പെടുന്നത്. ശാരദയുടെ മുഖത്തിനും കൈകാലുകൾക്കും എന്തായാലും പരിക്കേറ്റിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷമേ മടങ്ങുകയുള്ളൂ എന്ന് അവർ നിർബന്ധം പിടിച്ചതിന് പിന്നാലെയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെയൊരു ആക്രമണം ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ അവർ ആദ്യം വർക്കല താലൂക്ക് ആശുപത്രിയിൽ ശാരദ ചികിത്സ തേടുകയായിരുന്നു. ആൻജിയോപ്ലാസ്റ്റിക്ക് വിധേയായിട്ടുള്ള ശാരദ നിലവിൽ തന്നെ ഹൃദ്രോഗ ചികിത്സയ്ക്ക് കൂടി കഴിയുന്ന ഒരു വ്യക്തിയാണ്. അവരോടാണ് പോലീസ് ഇത്തരത്തിലുള്ളൊരു പ്രതികരണം പോലീസിന്റെ ഭാഗത്തു നിന്ന് കൂടി ഉണ്ടായിട്ടുള്ളത്. ആര്യ, മുഖ്യമന്ത്രിയെ കാണാനെത്തിയ വയോധികയെ പോലീസ് മർദ്ദിച്ച സംഭവത്തിൽ തിരുവനന്തപുരത്തു നിന്നും നൌഫലാണ് വിശദാംശങ്ങൾ നൽകിയത്.